പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരും മലയാള ഭാഷ സാഹിത്യം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കുവാനായി തയ്യാറായിരിക്കുന്നവരാണ്. ഇന്ന് നിങ്ങളിവിടെ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല പല ചിന്തകളായിരിക്കും. എന്നാൽ ചിലർക്കെങ്കിലും വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. ഈ ഭാഷയും സാഹിത്യവും എടുത്ത് പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് ഗുണം? ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഭാഷാ പഠനത്തിനുണ്ട്. ഭാഷാ സാഹിത്യ രംഗത്തേക്ക് കടന്നു വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ജോലി സാധ്യതകളുണ്ട്. ജോലി സാധ്യതകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമല്ല, മറ്റ് ഇതര ജോലികൾ, പത്രപ്രവർത്തന രംഗത്താണെങ്കിലും മീഡിയ ചാനൽ മീഡിയ രംഗത്താണെങ്കിലും, അതുപോലെ തന്നെ ചലച്ചിത്ര അഭിനയ രംഗത്താണെങ്കിലും, അതുപോലെ എഴുത്തിൻ്റെ മേഖലകളിലാണെങ്കിലും, ഇനി അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അധ്യാപന രംഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും, സ്കൂൾ അധ്യാപനത്തിനുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് BEd കോഴ്സിലേക്കോ, അതുപോലെ തന്നെ കോളേജ് അധ്യാപനത്തിലേക്ക് പോകണമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ, പണ്ട് PG കഴിഞ്ഞാൽ മാത്രമേ നെറ്റ് എഴുതാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഡിഗ്രി 4 വർഷ ബിരുദ കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ എഴുതാം. അപ്പോൾ ഇങ്ങനെ യോഗ്യതകൾ അധികമായി നേടുവാനും അർഹമായ ജോലി നേടിയെടുക്കുവാൻ പരിശ്രമിക്കുവാനും സാധിക്കും. അതുമാത്രവുമല്ല, നമുക്ക് കരിയർ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് കൊണ്ടുപോകണം തുടക്കത്തിൽ തന്നെ എന്നുണ്ടെങ്കിൽ IAS IPS പരീക്ഷകൾ എഴുതാം. അതിൽ ജനറൽ പേപ്പർ കഴിഞ്ഞിട്ടുള്ള മെയിൻ സബ്ജക്റ്റായിട്ട് മലയാളം തന്നെ എടുത്ത് പഠിക്കാം. അപ്പോൾ മലയാളം പഠിച്ചവർക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. അത് നാഷണൽ ലെവലിൽ അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിരവധി സാധ്യതകളുള്ള ഒരു കോഴ്സിലാണ് നിങ്ങൾ പഠിക്കുവാൻ ചേർന്നിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ പഠിക്കുമ്പോൾ മലയാളമല്ലേ എന്ന ഒരു ചിന്താഗതി, അതുകൊണ്ട് എളുപ്പം അങ്ങ് പഠിക്കാം എന്ന ഒരു സമീപനം, അത് മാറ്റണം. അതുമാത്രമല്ല, 4 വർഷ ബിരുദ കോഴ്സ് എന്ന ഇപ്പോഴത്തെ പുതിയ സമീപനം അനുസരിച്ച് 3 വർഷം കൊണ്ട് പഠിക്കാനുള്ള സാമാന്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയും. അടുത്ത വർഷം ഈ പഠിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രത്യേക വിഷയത്തിലുള്ള ഉപരിചിന്തകളെക്കുറിച്ചും അതിൻ്റെ തിയറി, അതായത് റിസർച്ച് മെത്തഡോളജിയെക്കുറിച്ചുമൊക്കെയുള്ള വിശദമായ പഠനമാണ് നടക്കുന്നത്. പിന്നെ അപൂർവം ചില സ്ഥാപനങ്ങളിൽ ഇൻ്റഗ്രേറ്റഡ് BEd നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരുപാട് സാധ്യതകളുള്ള ഒരു വിഷയമാണ് മലയാള ഭാഷയും സാഹിത്യവും ഇപ്പോഴത്തെ FIUGPയുടെ രീതി അനുസരിച്ച്. ഇപ്പോൾ കേരള സർവകലാശാലയുടെ FIUGP മലയാള ഭാഷാ സാഹിത്യം പഠിക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പിന്നെ സുസ്വാഗതം. നമ്മുടെ കലാലയത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടേതായ ചില ചിട്ടകൾ പാലിക്കണം, എങ്കിലേ പഠനം പൂർത്തിയാവുകയുള്ളൂ. കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ടൈം ഷെഡ്യൂൾ വെച്ചാണ് നമ്മുടെ സർവകലാശാല ഈ കോഴ്സിൻ്റെ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ക്ലാസ് റൂം ഡിസ്കഷൻസ്, പിന്നെ അതുപോലെ തന്നെ അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അസൈൻമെൻറ്റുകൾ, മറ്റ് ക്വിസ് പ്രോഗ്രാംസ്, ഇങ്ങനെയൊക്കെയുള്ള പല ആക്ടിവിറ്റീസും നമ്മുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ക്ലാസ് മുറികളിൽ നടത്തും. അപ്പോൾ അതിലെല്ലാം ആക്റ്റീവായിട്ട് വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഭൂരിപക്ഷം മാർക്കും നിങ്ങൾക്ക് ക്ലാസ് റിലേറ്റഡ്, സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട്, ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള അസസ്മെൻറ്റിലൂടെയാണ് ലഭിക്കുന്നത്. അതുകൂടാതെ പരീക്ഷയ്ക്ക് അടുത്ത 3/4 ഭാഗം മാർക്ക് അതിൻ്റെ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിലുള്ള റിസൾട്ട് വരികയുള്ളൂ. ഇനി അതിലെല്ലാത്തിനുപരിയായിട്ടാണ് നമ്മുടെ തലയിലേക്ക് ഇതെല്ലാം ഫീഡ് ചെയ്ത് ഉണ്ടാകണമെന്നുള്ള കാര്യം.
കാരണം പഠിച്ചു കഴിഞ്ഞാലും അടുത്ത ഈ 3 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഉപരിപഠനത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഈ കോഴ്സിനെ നോക്കിക്കാണാൻ. ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിനുള്ളൊരു ഉപാധിയാണ് എന്ന് നമ്മൾ വളരെ ലഘുവായിട്ടങ്ങ് പറയും. ദ സൗണ്ട്സ് ആൻഡ് വേർഡ്സ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു എക്സ്പ്രസ് ദെയർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. വികാരങ്ങളും ചിന്തകളും പ്രകടിപ്പിക്കുവാനായി പിന്നെ ആ ശബ്ദങ്ങളും വാക്കുകളും കൊണ്ട് മനുഷ്യനാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇതാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കൊടുക്കുന്ന നിർവചനം. ഇതിനേക്കാൾ ദീർഘമായ നിർവചനം നമ്മുടെ മഹാകവി ഉള്ളവരും മറ്റും കൊടുക്കുന്നുണ്ട് ഭാഷയ്ക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭാഷയിൽ വ്യാകരണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്തിനാണ് ഉണ്ടാക്കിയത്? ഭാഷയ്ക്കൊരു വ്യവസ്ഥ ഉണ്ടായിരിക്കാൻ. അല്ലെങ്കിൽ ഭാഷ ശിഥിലമായി പോകും. പല പല ഭാഷകളുണ്ട്. ഭാഷകൾക്ക് ലിപി നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പണ്ട് ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലിപി ഉണ്ടായിരുന്നില്ല. ഓരോയിടത്തും ഓരോ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. ഒരിടത്തൊരു പക്ഷി ഇരുന്ന് ജലിക്കുന്ന കണ്ടു, കാ കാ എന്ന് വിളിക്കുന്നു, നമ്മൾ കാ കാ എന്ന് പറഞ്ഞു, കാക്കയായി. ചിലയിടത്ത് കാകഹയായി, ചിലയിടത്ത് ക്രോയായി. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രദേശത്തും ഓരോ ആൾക്കാരും ഓരോ ശബ്ദങ്ങളാണ് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആനയെ കണ്ടപ്പോൾ നമ്മൾ ആന എന്ന് പറഞ്ഞു. പുലിയെ കണ്ടപ്പോൾ നമുക്ക് ആന എന്ന് പറയാൻ തോന്നിയില്ല. അപ്പോൾ ആ ന എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ മറ്റു ചിലയിടത്ത് അത് പിന്നെ കുംഭി, അങ്ങനെ കരി, ഇങ്ങനെ പല പേരുകൾ. പിന്നെ അവിടെ ഇംഗ്ലീഷ് നാട്ടിലാണെങ്കിൽ എലിഫൻറ്റ്. പിന്നെ ഇംഗ്ലീഷും നമ്മളും തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ജീവൽ ഭാഷയാണ്, ഇംഗ്ലീഷും ഒരു ജീവൽ ഭാഷയാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. കർത്താവ് കർമ്മം ക്രിയ, കർത്താവ് ക്രിയ കർമ്മം എന്ന വാക്യത്തിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം നമുക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ +1 +2 ഒക്കെ കഴിഞ്ഞ് വന്നവരായതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാവും. പക്ഷേ അതിലുപരിയായി വാക്കുകൾ തമ്മിലുള്ള ബന്ധം, അത് ആ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴുള്ള വ്യത്യാസം നോക്കൂ. ആന എന്ന് നമ്മൾ പറഞ്ഞിട്ട് ആന എന്ന് തന്നെ നമ്മൾ എഴുതുന്നു. ആ എന്ന ലിപിയും ന എന്ന ലിപിയുമാണ് എഴുതുന്നത്. എന്നാൽ ELEPHANT എന്ന് എഴുതിയിട്ട് നമ്മൾ എലിഫന്റ് എന്ന് പറയില്ല, എലിഫന്റ് എന്നാണ് പറയുന്നത്. അത് എഴുതുന്നതൊന്ന്, ഉച്ചരിക്കുന്നത് മറ്റൊന്ന്. പക്ഷെ നമ്മുടെ ഭാഷ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞതുപോലെയുള്ള സ്വഭാവമാണ് പലപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എഴുതുന്നത് എങ്ങനെയോ അതുപോലെ ഉച്ചരിക്കുന്നു. പക്ഷേ അപവാദങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായി ഉച്ചരിക്കുന്നവരുണ്ട്. ഇല എന്നാണ് എഴുതുന്നത്. ഗണപതി, ഗണപതി എന്നാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപൂർവം ചില പിന്നെ വാക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ ബഹുഭൂരിപക്ഷം പദങ്ങളും നമ്മൾ എഴുതുന്നത് എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഉച്ചരിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ നേരത്തെ ചോദിച്ചു വ്യാകരണം ഉണ്ടോ? നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്തിനു വേണ്ടി ഉണ്ടാക്കി? നമ്മൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഭാഷയിൽ വാക്യങ്ങൾ വരുന്നുണ്ട്. ആ വാക്യങ്ങൾക്കൊരു ഘടനയുണ്ട്. വാക്യങ്ങളുടെ ഘടനയെക്കുറിച്ചുള്ള പഠനമാണ് വ്യാകരണം. വാക്യങ്ങൾ എങ്ങനെ ഘടിച്ചിരിക്കുന്നു, എങ്ങനെ ചേർന്നിരിക്കുന്നു എന്നതിനെക്കുറിച്ചിട്ടുള്ള വിശകലനമാണ് വ്യാകരണത്തിൽ ചെയ്യുന്നത്. ബെഞ്ചമിൻ ബെയ്ലിയും അതുപോലെ തന്നെ ഹെർമൻ ഗുണ്ടർട്ടും ഒക്കെയാണ് ആദ്യകാലത്ത് വ്യാകരണം എഴുതാനായിട്ട് ശ്രമിച്ചവർ. പിന്നീട് അതിനൊരു സമഗ്രത കൈവരണമെന്ന ആഗ്രഹത്തിൽ എഴുതിയതാണ് കേരള പാണിനീയം. പാണിനി എന്ന മഹർഷി സംസ്കൃതത്തിൻ്റെ വ്യാകരണ ഗ്രന്ഥം എഴുതിയ ആളാണ്. അഷ്ടാധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥം എഴുതിയ ആളാണ്. അപ്പോൾ കേരളത്തിൽ ആധുനികമായി തുടങ്ങിയ കാലഘട്ടത്തിൽ എഴുതിയ വ്യാകരണ ഗ്രന്ഥം AR രാജരാജവർമ്മയാണ് എഴുതിയത്. കേരളപാണിനി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ കൃതിക്ക് കേരളപാണിനീയം എന്ന ഒരു
പേര് വീഴുകയും ചെയ്തു. അങ്ങനെ തന്നെ അറിയപ്പെടുന്നു. ഇന്നും ആധികാരികമായ ഒരു പ്രാഥമിക ഗ്രന്ഥമായിട്ടത് കണക്കാക്കി പോരുന്നുണ്ട്, കേരള പാണിനീയത്തെ. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്കല്ല വരുന്നത്, ഞാൻ പറഞ്ഞതാണ്. അതിൽ അദ്ദേഹം അക്ഷരത്തെക്കുറിച്ചും ശബ്ദത്തെക്കുറിച്ചും ഈ ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചും ഭാഷയുടെ വളർച്ചയുടെ ഘട്ടങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി അതിൻ്റെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വഴിയെ മനസ്സിലാക്കേണ്ടുന്ന സംഗതികളാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത മലയാളത്തിലെ അക്ഷരങ്ങളുടെ കാര്യത്തിലാണ്. അക്ഷരങ്ങൾ 56 എന്നുള്ള പഴയ സങ്കല്പം മാറിയിരിക്കുന്നു. 51 എന്നുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. 51 അക്ഷരാളി കലിത തന്നിലതേ വേദമാകുന്ന ശാഖി കൊമ്പത്തൻപോട് പൂക്കും കുസുമതീരിന്തുന്ന പൊന്തിയൻ കുഴമ്പേ എന്നിങ്ങനെ മഴമംഗലം നാരായണൻ നമ്പൂതിരി നൈഷധം ചമ്പുവിൽ വാണീദേവിയെ സ്തുതിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പരാമർശം പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ അക്ഷരക്രമം ക്ലിപ്തപ്പെടുത്തിയത് എഴുത്തച്ഛനാണ്. കുഞ്ഞിക്കോട്ടൻ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കെഴുത്തച്ഛൻ എടുത്ത ഭാഷ ക്രമക്കണക്കേ ശരണം എന്ന്. അപ്പോൾ അതനുസരിച്ചാണ് നമുക്കിവിടെ ഭാഷയുടെ അക്ഷരങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 33 അക്ഷരങ്ങൾ മാത്രമുള്ള തമിഴാണ് നമ്മുടെ അമ്മ മാതൃസ്ഥാനത്ത് നിൽക്കുന്നത്. ആര്യന്മാരുടെ കടന്നുവരവിന് ശേഷം നമ്മൾ അവരുടെ ഭാഷയായ സംസ്കൃതത്തിൽ നിന്നുമുള്ള അക്ഷരങ്ങൾ കൂടി സ്വീകരിച്ചാണ് ഇവിടെ ഭാഷാപ്രയോഗങ്ങൾ കുറെ കൂടി സാർവത്രികവും സാർവജനീനവും ഒക്കെ ആക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അക്ഷരങ്ങൾ എടുക്കേണ്ടതായി വന്നു. ഇറ്, ഇല്, എന്നിവയൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. പക്ഷെ അതിലെ ഇറ് മാത്രം നിർത്തി ഋഷഭം, ഋഷി, ഋഷിശൃംഗൻ, ഇരണം തുടങ്ങിയിട്ടുള്ള ചില സംസ്കൃത പദങ്ങൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം ഇറിനെ നിലനിർത്തിയിട്ട് ഇറ് എന്നുള്ള ദീർഘവും ഇലവും ഒക്കെ എടുത്ത് കളഞ്ഞു. ടായ്ക്ക് ഇങ്ങനെ 4 പോലെ എഴുതിയിട്ട് അടിയിലൊരു വര ഇടുന്ന ഒരു ചിഹ്നം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ഒഴിവാക്കി. ഇടതുവശത്ത് ചുഴിപ്പിട്ടുകൊണ്ട് ഒരു നാ എഴുതുമായിരുന്നു, ഞാ എന്നിട്ടിരിക്കാൻ. ആ നായും നമ്മൾ ഒഴിവാക്കി. പക്ഷെ അതെല്ലാം നമുക്കുണ്ട്, ഉച്ചാരണത്തിൽ ഒഴിവാക്കിയിട്ടില്ല. തായ്ത്ത് നാ എന്ന് പറയുന്ന നായില് പനയ്ക്കും നായ്ക്കും ഒരേ ലിപി മതി എന്ന് നമ്മൾ തീരുമാനിച്ചു. അതുപോലെ തന്നെ അടുത്ത മറ്റൊരു അക്ഷരം റാ, 2 ഡബിളായിട്ട് റാ എഴുതി കഴിഞ്ഞാൽ ടായായി. അതിന് പ്രത്യേകിച്ച് ലിപി വേണ്ട എന്ന് തീരുമാനിച്ചു. ഇക്ഷ കൂട്ടക്ഷരമാണ്, അതിന് അക്ഷരത്തിൽ കൂട്ടിക്കെടുത്തേണ്ടതില്ല. ഇറ്, എൻ, ഇൽ എല്ലാം ചില്ലുകളാണ്. അപ്പോൾ ഇങ്ങനെ സ്വരാക്ഷരങ്ങൾ നമ്മൾ എഴുതി നോക്കുമ്പോൾ, നിങ്ങൾ അക്ഷരങ്ങൾ എഴുതി നോക്കണം, വ്യഞ്ജനങ്ങളും സ്വരങ്ങളും. ആ അക്ഷരങ്ങൾ എഴുതി നോക്കുമ്പോൾ അതിൽ എന്ന അവസാനം വരുന്നുണ്ട് സ്വരങ്ങളിൽ. അതിൽ എന്ന് പറയുന്നത് അനുസ്വാരമാണ്. മരം എന്ന് പറയുന്നിടത്ത് അവിടെ അതൊരക്ഷരമല്ല. അതുപോലെ തന്നെ ദുഃഖം എന്നുള്ളിടത്ത് ഇടയ്ക്ക് വരുന്ന 2 ചുഴിപ്പുകളാണ് വിസർഗം. അതല്ലാതെ അതിനെ നമ്മൾ ഉപയോഗിക്കാറില്ല. സംസ്കൃതത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷേ നമുക്കത് ആവശ്യമുള്ള ഒന്നല്ല എങ്കിലും അപൂർവമായി ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ എങ്ങനെ വെച്ചിരിക്കണം, അപ്പോൾ ഇത് അക്ഷരമല്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിലൊരു ആശങ്ക വരാതിരിക്കാൻ വേണ്ടി, അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യത്തിന് വേണ്ടി അതിനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, ഇത് 47 ആണോ, 50 ആണോ, 51 ആണോ, 60 ആണോ, എത്രയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ അറിവ് വെച്ചിട്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ അക്ഷരമാല എഴുതി നോക്കുക. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടേതായ ഒരു അഭിപ്രായം കൂടെ രേഖപ്പെടുത്തി വയ്ക്കുക. ഒരു ഉപരിചിന്ത എപ്പോഴും പുലർത്താനായിട്ട്, പഠനവേളയിൽ പുലർത്താനായിട്ട് നിങ്ങൾ ചിന്തിക്കുക, നല്ല ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത വിഷയം 1ാം വർഷം പഠിക്കുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട് നമുക്ക്. അതെല്ലാം കുറേശ്ശെയായിട്ട്
വളരെ രസകരമായിട്ട് വിവിധ അധ്യാപകരിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ ഞാൻ സാമാന്യമായിട്ട് തുടങ്ങി വയ്ക്കാം എന്ന് കരുതുന്നത് അലങ്കാരശാസ്ത്രവും വൃത്തശാസ്ത്രവും തുടങ്ങിയ വിഷയങ്ങൾ. അത് ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം അത് വളരെ രസകരമായി രസിച്ച് പഠിക്കേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് അതിൻ്റേതായ സമയവും ഇതൊക്കെ എടുക്കേണ്ടതുണ്ട്. എങ്കിലും ഈ അലങ്കാരം എന്ന വാക്ക് അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പണ്ട് ഉപയോഗിച്ചിരുന്ന വ്യാപകമായ അർത്ഥത്തിലല്ല ഇപ്പോൾ പലരും അലങ്കാരത്തെ കാണുന്നത്. പണ്ട് പഠിച്ചവർക്കൊക്കെ അലങ്കാരം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉപമ, ഉത്പ്രേക്ഷ തുടങ്ങിയിട്ടുള്ള വാക്കുകളാണ് വായിൽ വരിക. അത് അലങ്കാരം തന്നെയാണ് ഇപ്പോഴത്തെ സങ്കല്പത്തിൽ. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് കാവ്യത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നതെല്ലാം അലങ്കാരമായിരുന്നു. അതിന് പ്രത്യേക പേരുമുണ്ട്. ഇപ്പം ഈ സാഹിത്യത്തിൽ അലങ്കാരം, യഥാർത്ഥത്തിൽ അലങ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അലങ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമാക്കുക. നമ്മളിപ്പോൾ ഒരിടത്ത് ഒരു ആഘോഷം നടക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യും, അല്ലെ? അലങ്കരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അലങ്കരിക്കുന്നത് എന്തിനെയാണ്? സാഹിത്യത്തിലെ സാഹിത്യകൃതിയെ, സാഹിത്യരചനയെയാണ് അലങ്കരിക്കുക. അതിപ്പോൾ നോവലാണെങ്കിലും കവിതയാണെങ്കിലും കഥയാണെങ്കിലും അതിനകത്ത് കവിയുടെ ഭാവനയ്ക്കനുസരിച്ചിട്ടുള്ള കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ വരുമ്പോൾ അത് ആസ്വാദകനെ കുറച്ചുകൂടെ സന്തോഷമുണ്ടാക്കും. ആസ്വാദകൻ എന്ന് പറഞ്ഞാൽ വായനക്കാരന് സന്തോഷം ജനിപ്പിക്കുന്ന ആ സാഹിത്യധർമ്മം ഉണ്ടല്ലോ, അതാണ്. അതിനൊരു പേര് പറയും. അപ്പോൾ വായനക്കാരൻ അഥവാ സഹൃദയൻ, ഈ സമാന ഹൃദയനാണ് സഹൃദയൻ. അതായത് കവി സമാന ഹൃദയൻ. കവി സമാന ഹൃദയൻ, അതായത് കവി എന്ന് പറയുമ്പോൾ അവിടെ നോവലിസ്റ്റും, പിന്നെ പണ്ട് കവിത അല്ലെങ്കിൽ കാവ്യം എന്ന് പറഞ്ഞാൽ ഏത് തരം സാഹിത്യ രൂപത്തെയും കാവ്യം എന്നാണ് അർത്ഥമാക്കിയിരുന്നത് പണ്ടത്തെ പൗരസ്ത്യ കാവ്യസങ്കല്പം അനുസരിച്ച്. അപ്പോൾ അങ്ങനെ കവിതയുടെ ഒരു പ്രധാന ഘടകമായിട്ട്, അല്ലെങ്കിൽ സാഹിത്യകൃതിയുടെ പ്രധാന ഘടകമായിട്ട് കരുതിയിരുന്ന സാഹിത്യധർമ്മം എന്ന് പറയുന്നത് സഹൃദയൻ്റെ ഹൃദയത്തിന് ആഹ്ലാദം പകർന്ന് നൽകുന്ന കവിതാധർമ്മം. സഹൃദയൻ്റെ ഹൃദയത്തിന് ആഹ്ലാദം, പ്രത്യേകം ശ്രദ്ധിക്കുക, സഹൃദയൻ്റെ ഹൃദയത്തിന് ആഹ്ലാദം പകർന്ന് നൽകുന്ന കവിതാധർമ്മം, അതിനെയാണ് ചമൽക്കാരം എന്ന് പറയുന്നത്. ചമൽക്കരിക്കുക. ഈ ചമഞ്ഞൊഴുങ്ങി എവിടെ പോണേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? ഈ ചമയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്കരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം, അല്ലേ? ഇപ്പോൾ അലങ്കാരം എന്ന വാക്കല്ല ഞാനിപ്പോൾ പറഞ്ഞത്, ചമൽക്കാരം എന്ന വാക്കാണ്. ഇത് രണ്ടും തമ്മിൽ ചെറിയ നേരിയ വ്യത്യാസമേ ഉള്ളൂ. വ്യത്യാസമൊന്നുമില്ല, പക്ഷേ നേരിയ വ്യത്യാസമുണ്ട്. ചമത്കരിക്കുക എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു ക്രിയയാണ്. നമ്മൾ അതിനെ അലങ്കരിക്കാനുള്ള ശ്രമിക്കുക. ഇപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു ആഘോഷ സ്ഥലം അലങ്കരിക്കണമെങ്കിൽ പല പല ഘടകങ്ങളുണ്ട്. ചിലയിടത്ത് ബലൂണുകൾ തൂക്കണം, ചിലയിടത്താണെങ്കിൽ തോരണങ്ങൾ തൂക്കണം, ചിലയിടത്ത് കൊടികൾ വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ പല പല ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് പിന്നീട് മനോഹരമായ ആർച്ച് കെട്ടണം. ഇങ്ങനെ പല ഘടകങ്ങൾ എല്ലാം കൂടെ ചേർന്ന് ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് തോന്നുന്നത്? സന്തോഷം തോന്നുന്നത്. അപ്പോൾ സഹൃദയൻ്റെ മനസ്സിനെ ആഹ്ലാദം ജനിപ്പിക്കുന്ന കവിതാധർമ്മം, അതാണ് ചമത്കാരം എന്ന്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു ആഘോഷ സ്ഥലം അലങ്കരിച്ചിരിക്കുന്നു. ആ ആഘോഷ സ്ഥലത്ത് നമ്മൾ ദൂരെ നിന്ന് നോക്കിയിട്ട് എത്ര മനോഹരമായിരിക്കുന്നു, നന്നായി ചെയ്തിരിക്കുന്നു കേട്ടോ. അതിൻ്റെ ആ പ്രവേശന കവാടം നോക്ക്, അവിടെ നിന്ന് കയറി പോകുന്ന സ്ഥലം നോക്ക്, ആ രണ്ട് വശങ്ങളിൽ നിന്നുള്ള അലങ്കാരങ്ങൾ നോക്ക്. അപ്പം മൊത്തത്തിൽ പൊതുവിൽ കാണുന്ന, അപ്പോൾ പൊതുവിൽ ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു തുടക്കം, പിന്നീട് അങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോഴുണ്ടാകുന്ന അത്ഭുതകരമായ കാഴ്ചകൾ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ കവിതയ്ക്കകത്തും ഉണ്ടാകേണ്ടത്. അപ്പോൾ
പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൊള്ളാം എന്ന് തോന്നുന്ന ആ ചമത്കാര ഭംഗി, ആ പുറമേ നിന്ന് നോക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നുന്ന ചമത്കാര ഭംഗി ആണ് എന്ത് കവിതയിൽ പ്രാഥമികമായിട്ടുള്ളത്. ആ ചമത്കാരത്തെ കൊണ്ടുവരുന്നത്, ആ ചമത്കാരത്തിലൂടെ വന്നു ചേരുന്നത് എന്താണ്? അലങ്കാരം. അപ്പോൾ കവിതാധർമ്മം ചമത്കാരമാണ്. ആ ചമത്കാരത്തെ കൊണ്ടുവരുന്ന ഘടകങ്ങളാണ് അലങ്കാരങ്ങൾ എന്ന് പറയുന്നത്. ചമത്കാരത്തെ കൊണ്ടുവരുന്നത് ഇവിടെയാണെങ്കിൽ, കവിതയിലാണെങ്കിൽ എന്തൊക്കെയാണുള്ളത്? ശബ്ദവും അർത്ഥവുമാണുള്ളത്. ശബ്ദം, അർത്ഥം. ശബ്ദാർത്ഥങ്ങളിൽ വച്ചൊന്നിൽ വാച്യമായിട്ടിരുന്നിടും ചമത്കാരം ചമയ്ക്കുന്ന മട്ടലങ്കാരമായത് എന്നാണ് പൂർവസൂരികളുടെ സങ്കല്പങ്ങളെ മുൻനിർത്തി AR കൊടുക്കുന്ന നിർവചനം. പൂർവികരുടെ സങ്കല്പങ്ങളെ മുൻനിർത്തി AR മലയാളത്തിൽ നൽകുന്ന നിർവചനം. അദ്ദേഹം ഭാഷാഭൂഷണം എന്ന ഗ്രന്ഥത്തിലാണ് അലങ്കാരത്തെക്കുറിച്ച് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർവികരായ ഭാരതീയ ആചാര്യന്മാരുടെ സങ്കല്പങ്ങളെക്കുറിച്ചെല്ലാം പഠിച്ചിട്ട് ഒരു ഗ്രന്ഥം എഴുതിയത്. അതിൽ കവിതയ്ക്ക് ഭൂഷണമായിട്ടുള്ള അലങ്കാരമായിട്ടുള്ള ശബ്ദാലങ്കാരം, അർത്ഥാലങ്കാരം, ധ്വനി, ഗുണം, ദോഷം, പിന്നെ ശബ്ദാർത്ഥം തുടങ്ങിയിട്ടുള്ള പലവിധ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതിലാദ്യത്തേത് അലങ്കാര പ്രകരണം. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിർവചനം കൊടുക്കുന്നത്. ഭാഷയിൽ ശബ്ദമുള്ളതാണ്, ശബ്ദം കൊണ്ട് ഉപയോഗിക്കുന്നതാണ് ഭാഷ. അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് അർത്ഥമാണ്. യഥാർത്ഥത്തിൽ സാഹിത്യത്തിലും അത് തന്നെയാണ്. പക്ഷെ സാഹിത്യത്തിൻ്റെ അർത്ഥത്തിന് പ്രത്യേകതരം ഭംഗിയുണ്ടാകും. ശബ്ദം, അർത്ഥം ഇവയിൽ വെച്ച് വാച്യമായിട്ടിരുന്നിടും ചമത്കാരം. അപ്പോൾ പുറമേയുള്ള വാക്കുകളുടെ പ്രയോഗം മനോഹരമാണ്, ചമത്കരിച്ച് വെച്ചിരിക്കുകയാണ്. അതിനെ കുറച്ചുകൂടി ഭംഗിയാക്കുന്നതാണ് അലങ്കാരം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം, പക്ഷേ അതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റു പല ഘടകങ്ങൾ. അപ്പോൾ അവിടെ പുറമേ കാണുമ്പോൾ ചമത്കരിച്ച് വെച്ചിരിക്കുന്നു, അകത്തേക്ക് കയറുമ്പോൾ മറ്റ് ഘടകങ്ങളുണ്ട്. അപ്പോൾ അത് അലങ്കാരമാണ്. പല പല അലങ്കാരങ്ങൾ കൂടിച്ചേർന്നാണ് ആ ചമത്കാര ഭംഗി അവിടെ ഉളവാകുന്നത്. അപ്പോൾ ഇതാണ് അലങ്കാരത്തിൻ്റെ ഒരു സാമാന്യ ലക്ഷണം. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ അലങ്കാര വിഭാഗങ്ങളെക്കുറിച്ചും പ്രധാന അലങ്കാരങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇന്നത്തേക്ക്